ഹായ്, ഹാപ്പി വിഷു. സോ എൻ്റെ പേര് പ്രീജ. ഇതെൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതും പോരാഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ. എല്ലാവരും യൂട്യൂബ് വീഡിയോസ് ഇടാണ്. ഞാൻ വിചാരിച്ച ഞാനും ഇടാം, എന്തിനാ കുറയ്ക്കുന്നത്. സോ ഇതൊരു സെറ്റും കൊണ്ടു കൊടുത്തതാണ്. ഫുൾ റെഡി ആയിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ സെറ്റും മുണ്ടും കൊടുക്കുന്നത്. അതിലുപരി ഒറ്റയ്ക്ക് എടുക്കുന്നത് അതിലും ഫസ്റ്റ് ടൈമാണ്. ആദ്യം ഓർണമെൻറ്റ്സ് ഇടാം, അത് ഇനി മേക്കപ്പിലേക്ക് കടക്കാം. സോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇത് രണ്ടാമത്തെ വിഷുവാണ് എൻ്റെ. ആദ്യത്തെ വിഷുവിന് എനിക്കങ്ങനെ ഒരുങ്ങാനോ മേക്കപ്പ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല, കാരണം ഞാൻ ഗർഭിണിയായിരുന്നു. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ വിഷുവാണ്. സോ അവളെ റെഡിയാക്കി താഴെ കിടത്തിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ പേര് സദ എൻ പിള്ള എന്നാണ് ഫുൾ നെയിം. സോ ഇനി റെഡി ആവാം. ഞാനൊരു ചെറിയ മാലയും കൂടി ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണുന്നില്ല. ഞാൻ എന്നും ആലോചിക്കും, പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെക്കണം, എല്ലാം എടുത്തു വെക്കണം. പിന്നെ ഓടുണ്ടല്ലോ ഉത്തരവാദിത്തമുള്ള ഗ്രഹനാഥ അമ്മ എന്നൊക്കെ വിചാരിച്ച് ഓർക്കും. പക്ഷെ ആസ് യൂഷ്വൽ കല്യാണം കഴിഞ്ഞെങ്കിലും ഉത്തരവാദിത്തമായിട്ടില്ല. ഞാൻ പണ്ടത്തെ പോലൊക്കെ തന്നെ എല്ലാം 100 എടുത്ത് വെക്കും, പിന്നെ അത് എടുക്കാൻ മറക്കും, അങ്ങനെ. സോ ഇത് ഇന്നലെ പത്തനംതിട്ട അടുത്തൊരു കടയുണ്ട്, ഒരു ലേഡീസ് സ്റ്റോർ, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ സെറ്റും കൊണ്ടും വാങ്ങിച്ചത് AR ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ്. കറക്റ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മതി. എൻ്റെ എൻ്റെ ഒരു വീഡിയോ വൈറലായപ്പം അവർ നമ്മളെ അവരുടെ സ്റ്റോറിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു സെറ്റും കൊണ്ടു കേട്ടോ. എനിക്ക് സെറ്റും കൊണ്ട് ആക്ച്വലി ഇല്ലായിരുന്നു, ആകെ ഒറ്റ സെറ്റും കൊണ്ടായിരുന്നു കല്യാണം കഴിച്ച സമയത്ത് ഇടാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. ഇനി ഞാൻ റെഡി ആവാം. ഇതും വെച്ച് ഇതിൻ്റെ ഹെൽപ്പിൽ റെഡി ആവാം. പൊതുവേ ഞാൻ കണ്ണാടി നോക്കിയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമല്ലോ, അപ്പം നമുക്ക് ഇതിൻ്റെ സഹായത്തോടെ മേക്കപ്പ് ചെയ്യാം. വലിയ മേക്കപ്പും പരിപാടിയൊന്നും ഇല്ല, പണ്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഏവിയേഷൻ ആണ് പഠിച്ചത്. ഞാൻ ഇൻഡിഗോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ. ആ സമയത്തൊക്കെ ഭയങ്കര മേക്കപ്പായിരുന്നു. അപ്പം അതൊക്കെ ഒരുപാട് കുറഞ്ഞു. പിന്നെ എത്ര മേക്കപ്പ് ചെയ്യാലും സതയെ എടുത്തുകൊണ്ട് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഇവളിതെല്ലാം വലിച്ചു പറിക്കും. സോ പ്രയോജനമില്ല. പിരിക എഴുതാം. ഞാൻ പണ്ട് തൊട്ടേ പിരിക എഴുതുന്ന ആളാട്ടോ. എനിക്ക് പിരികം ഇച്ചിരി ഡാർക്ക് വലിയതായിട്ടൊക്കെ എഴുതുന്നത് വലിയ ഇഷ്ടമാണ്. സോ ഇതൊരു ബ്രഷാട്ടോ. ഇത് ആക്ച്വലി ഇതൊരു ഐബ്രോ ബ്രഷായിരുന്നു. ഇതിനകത്ത് കാജൽ പോണക്ക് ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ തീർന്നു. പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി ആണല്ലോ, എന്ത് തീർന്നാലും അത് റീയൂസ് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ഇത് ഞാനിപ്പോൾ ഐബ്രോ ഷേപ്പ് ചെയ്യാനുള്ള ബ്രഷാക്കി മാറ്റി. അപ്പം എന്നോട് ചോദിക്കും ക്രീം ഒന്നും തേക്കുന്നില്ലേ എന്ന്. ക്രീമൊക്കെ തേക്കണം കേട്ടോ, നിങ്ങളൊക്കെ ക്രീമൊക്കെ തേക്കണം. പക്ഷെ ഞാൻ ക്രീം ലാസ്റ്റിലേ തേക്കാറുള്ളൂ. കുഞ്ഞായതിന് ശേഷം ഞാൻ ആക്ച്വലി മുഖത്ത് അങ്ങനെ ക്രീമോ ഫൗണ്ടേഷനോ അങ്ങനെയുള്ള പരിപാടീസൊക്കെ വളരെ കുറവാണിരുന്നത്. കാരണം ഇവളെപ്പോഴും മുഖത്ത് ഉമ്മ വെക്കാനും അവളുടെ മുഖം വന്ന് നമ്മുടെ മുഖത്ത് തൊട്ടുകയും ഒക്കെ ചെയ്യും. അപ്പം എൻ്റെ ഈ ക്രീം അങ്ങനെയുള്ളതൊന്നും ഇവളുടെ വായി പോകരുത് എന്നുള്ള കൺസേണിൽ ഞാൻ മുഖത്ത് ക്രീമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം 0. അല്ലെങ്കിൽ നേരത്തെ കൺസീലർ, അല്ല ക്ലെൻസർ, ഡബിൾ ക്ലെൻസർ, ടോണർ, നൈറ്റ് ക്രീം എന്നൊക്കെ പറഞ്ഞൊരു ഒരു സ്റ്റെപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. സതയ്ക്ക് വേണ്ടി എനിക്ക് അതിനോടൊന്നും ഇപ്പോഴത്തെ വലിയ താല്പര്യമില്ല, ആദ്യത്തെ കാര്യം. പിന്നെ അവളിച്ചിരി വലിയതാവട്ടെ, അതുവരെ ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ.
സോ ചായ, എല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇഞ്ചി ഇട്ട ചായ കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ ചായയിൽ പാലും തേയിലയും മാത്രമല്ലാതെ കുറച്ച് ഇഞ്ചി ഇങ്ങനെയുള്ള വകകളിട്ട്, അല്ല ഏലക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചായ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ഐ ഷാഡോ പാലറ്റും അതൊക്കെ ഉണ്ട്, ഫൗണ്ടേഷൻ, ഐ ഷാഡോ പാലറ്റ്, കൺസീലർ, ഇതൊക്കെ പരിപാടി ഉണ്ട്. പക്ഷേ നമ്മളിതൊന്നും ഉപയോഗിക്കില്ലല്ലോ. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പറയാറില്ലേ, ഈ കടലിൻ്റെ നടുക്ക് ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ എന്ന്, അതൊക്കെ പറഞ്ഞ പോണക്ക. ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ലിപ്സ്റ്റിക്കോ ഒക്കെ ഇട്ട് കണ്ണിൻ്റെ പോളയൊക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഐ ഷാഡോ. പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഐലൈനർ. പണ്ട് ഞാൻ ഐലൈനർ ഉപയോഗിക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ ലാഷസ് കേളറും കൊണ്ട് കേൾ ചെയ്തിട്ട് നന്നായിട്ട് ഇതിടും, എന്താ മസ്കാര, എന്നിട്ട് ഈ കാജലും വെച്ച് സ്മജ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞ് താഴെ ഇരുന്നേറ്റു, എനിക്ക് അവളെ ഡ്രസ്സൊക്കെ ഇടിയിക്കാനും ഉണ്ട്. സോ ഓക്കെ, ഇത് പുതിയ ഐലൈനർ കേട്ടോ. ഇന്നലെ വിഷു റെഡി ആവാൻ വേണ്ടി വാങ്ങിച്ച ഐലൈനറാണ്. സോ വിഷു എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ ഓർമ്മ വരുന്നത്? കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഉള്ള വിഷു, അയ്യോ അന്ന് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഫാമിലിയുടെ കൂടെ പോകുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷു കല്യാണം കഴിഞ്ഞിട്ടുള്ള വിഷുവാണ് എൻ്റെ ഏറ്റവും നല്ല വിഷു. എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ അങ്ങനെ അല്ല എന്നല്ല, കല്യാണത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ പപ്പയും മാത്രമുള്ളൊരു വിഷുവായിരുന്നു. ഞാൻ രാത്രി ഇതെല്ലാം ഒരുക്കി വെക്കും, പപ്പ രാവിലെ എഴുന്നേക്കും, കത്തിക്കും, എന്നെ വിളിച്ചുണർത്തും, കണി കാണും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പപ്പ ജോലിക്ക് പോകും. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തത്. പപ്പ ഡൽഹിയിലാണ് വർക്ക് ചെയ്തത്, ഞാൻ ഡൽഹി പപ്പയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ പപ്പ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പരിപാടി ഒന്നുമില്ല. ഇനി എങ്ങാണ്ട് ഞായറാഴ്ച എന്തെങ്കിലും വരുന്നെങ്കിൽ ഒരു ചെറിയ സദ്യ ഒരുക്കാൻ നോക്കും. പക്ഷെ എനിക്ക് എത്ര ആഹാരം ഉണ്ടാക്കാൻ ഐഡിയ ഇല്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനൊരു നല്ല കുക്കാണ്, നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ അച്ഛന്മാർ ആഹാരം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രുചിയാണല്ലോ. അപ്പം അച്ഛനാണ് ആഹാരം പൊതുവെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വളരെ കുറവായിരുന്നു ഈ വക അടുക്കള പരിപാടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും പുറത്തുള്ള കാര്യങ്ങൾ വൃത്തിക്കുകയോ എന്ന്, അതും ചെയ്യത്തില്ല. ആക്ച്വലി ബേസിക്കലി ഞാനൊരു മടിച്ചിയാണ്. ഞാൻ ഒറ്റ മോൾ മടിച്ചിക്കുട്ടിയാണ്. എനിക്കൊരു ചെറിയ കൈ മുറിഞ്ഞാൽ പോലും അത് വലിയ മുറിവായി കാണിച്ചിട്ട് അച്ഛൻ്റെ സിമ്പതി പറ്റി ഇങ്ങനെ മാറിയിരുന്ന് അച്ഛൻ്റെ പാമ്പ്, അച്ഛൻ മോളെ എങ്ങനെയുണ്ട്, കൈ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് അതൊക്കെ കണ്ട് ഇങ്ങനെ ടി വിയും കണ്ടുകൊണ്ടല്ലേ ഫോണിൽ പെടുന്നുകൊണ്ടിരിക്കുന്നതിനോടാണ് പണ്ട് തൊട്ടേ താല്പര്യം. ഇപ്പോഴും അതൊക്കെയാണ് താല്പര്യം, പിന്നെ ഇപ്പോൾ അത് പറ്റില്ലല്ലോ. സോ മാരേജിന് ശേഷമുള്ള വിഷു എന്ന് പറയുമ്പോൾ ഇവിടെ ഏട്ടനുണ്ട്, ഏട്ടൻ്റെ അമ്മയുണ്ട്, ഏട്ടൻ്റെ അച്ഛനുണ്ട്, ഇപ്പം എൻ്റെ കുഞ്ഞുണ്ട്, ഏട്ടൻ്റെ അനിയനുണ്ട്, പുള്ളിക്കാരൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരനില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ വിഷുവാണ് നല്ലത്. അമ്മ രാവിലെ പലഹാരമൊക്കെ ഉണ്ടാക്കും, ചായയൊക്കെ ഉണ്ടാക്കി ഏട്ടൻ്റെ കൊടുത്തു വിടും, വെള്ളേട്ടൻ കൊണ്ട് തരും, ചായയൊക്കെ കുടിച്ച് റെഡിയാവും, താഴെ പോവും, ആഹാരമൊക്കെ കഴിക്കും, അമ്പലത്തിൽ പോവും, ഉച്ചയ്ക്ക് വരും. അമ്മ അപ്പോഴത്തേക്ക് സദ്യയൊക്കെ ഒരുക്കി വെക്കും, ഞാൻ അവിടെ ഇലയൊക്കെ തൂത്തൊന്ന് സൈഡിലൊക്കെ മാറിയിരിക്കും. പാവമാണ് ബേസിക്കലി മദറിലോ. എനിക്ക് അമ്മയില്ല. അമ്മയില്ലാത്തപ്പം എല്ലാവരും എന്നോട് പറയായിരുന്നു അമ്മയുള്ള വീട്ടിൽ തന്നെ പോകണം, കാരണം അമ്മയില്ലല്ലോ. അപ്പം കെട്ടിച്ചെല്ലുന്ന വീട്ടിലെങ്കിലും അമ്മ ഉണ്ടായിരിക്കണം, അമ്മയുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അമ്മൂന് കിട്ടണമെന്ന്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അയ്യോ മാത്രമല്ലോയോ അമ്മായിമ്മയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമാണല്ലോ എല്ലാവർക്കും. ഞാനും വിചാരിക്കായിരുന്നു വേണോ മദറിലൊക്കെ ഉള്ള വീട്ടിൽ പോയി എന്തായിരിക്കും. പക്ഷേ ടച്ച് വുഡ് എന്നീ നിമിഷം വരെ എനിക്ക് ഉപകാരമേ ഉള്ളൂ. അമ്മായി അമ്മ എന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ എനിക്ക് വലിയ ഹെൽപ്പാണ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ത്രൂ
അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം വിഷുവിൻ്റെ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. ആ സമയത്താണെങ്കിലും ഇന്ന് ഈ സമയത്താണെങ്കിലും അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് സ്ത്രീകൾ ഹാപ്പി ആണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും നല്ലതായിരിക്കും. കാരണം ഭർത്താവ് മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ല, വീട്ടുകാരും കൂടെ നല്ലതായിരിക്കണം. എന്നാലേ ഒരു സന്തോഷം, ഈ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരു സന്തോഷവും നമുക്ക് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ആ കാര്യത്തിന് ഞാൻ ലക്കിയാണ്. ഞാൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു നല്ല ഭർത്താവും ഫാമിലിയും കിട്ടുക എന്നുള്ളത് ലോട്ടറിക്ക് തുല്യമാണെന്നുള്ളത്, ഭാഗ്യമുള്ളവർക്കേ ഉള്ളത്. അപ്പോൾ ആ ഭാഗ്യം എനിക്കുണ്ട്. എല്ലാവർക്കും ആ ഭാഗ്യവും കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ മുടി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ സ്റ്റൈലൊന്നും അറിയത്തില്ല. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇന്ന് കാലം പോയി ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ സ്റ്റൈൽ. എനിക്കിതിൽ കൂടുതലൊരു ഹെയർ സ്റ്റൈൽ ഇല്ല ഗൈസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പറയണമെന്നറിയില്ല. പിന്നെ വളവളാന്ന് എന്തായാലും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇച്ചിരി വന്ന് ക്യാമറയുടെ മുമ്പിൽ സംസാരിച്ചിട്ട് എങ്ങാണ് വൈറലായ 10 രൂപ കൈ കിട്ടുമല്ലോ. ഇപ്പം ചെറിയൊരു കുലസ്ത്രീയാണ്. അങ്ങനെ ആവാൻ താല്പര്യം ഉണ്ടായിട്ട് ആയതല്ല കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഏട്ടന് എറണാകുളത്താണ് ജോലി. അപ്പം എറണാകുളത്തേക്ക് മാറാമെന്ന് കരുതി ഞാൻ അടൂരാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഞാൻ വർക്ക് ചെയ്തത്. അടൂരാണ് എൻ്റെ വീടും. അപ്പം ഞാൻ ആ ജോലി രാജിവെച്ചു. പക്ഷേ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിയെല്ലാം സെറ്റായി വരാറായപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ ബാക്ക് ടു ഇവിടെ എൻ്റെ വീട്ടിൽ പ്രഗ്നൻസി ഫുൾ ഞാൻ ഇവിടെ ആയിരുന്നു. ഈ ക്രീമാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി സീറം ക്രീം SPF 50 PA 1+++, അങ്ങനെ ഒരു ക്രീമാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇത് തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല, പക്ഷെ ചൂട് കാലത്ത് ഉപയോഗിക്കുന്നതിനോട് കുഴപ്പമില്ല. തണുപ്പ് കാലത്ത് ഉപയോഗിച്ചാൽ ഒന്നും കൂടെ വരണ്ടിരിക്കും കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫൗണ്ടേഷൻ. അതും ഇത് എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല, ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകണമല്ലോ, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ചോദിക്കും അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ ചായ കുടിച്ചല്ലോ എന്ന്. ഓർത്തില്ല ഗൈസ്, ഓർത്തില്ല എന്നല്ല, എനിക്ക് എൻ്റെ നമ്മൾ രാവിലെ ചായ കുടിക്കുന്ന ശീലം ഉണ്ടല്ലോ, എനിക്ക് ചായ വേണം. ഇപ്പം നമ്മളിങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുക ക്രീം. ഓക്കെ, സോ വിഷു ചിലരൊക്കെ പടക്കം പൊട്ടിക്കാറുണ്ട് വിഷുവിന് കേട്ടോ. എനിക്ക് പടക്കം പൊട്ടിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല. ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ചുറ്റും അപ്പുറം ഇപ്പുറം ഉള്ളവർ പ്രായം ചെന്നവരായിരിക്കും, അവർക്ക് ഇതിൻ്റെ ശബ്ദം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു നല്ല വിഷുവായിട്ട് ആർക്കൊരു ട്രാജഡി വരുത്തി വെക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ അനിയൻ അങ്ങനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അപ്പുറത്തെ വീട്ടിൽ അച്ഛന് വയ്യാത്തൊരു അച്ഛനായിരുന്നു. ഒരു പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു. അച്ഛന് വയ്യാത്ത അച്ഛനായിരുന്നു, ഇച്ചിരി വയ്യാഴികയൊക്കെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടു. ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞതാണ്. പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ നമ്മൾ അപ്പുറവും ഇപ്പുറവും നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ അപ്പുറത്തെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾക്കാർ, ഇവരുടെയൊക്കെ കംഫർട്ട് സോണും ഇവർക്കൊക്കെ താല്പര്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ പടക്കം പൊട്ടിക്കുക. നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്, നമുക്ക് പ്രശ്നം കാണില്ല. പക്ഷെ നമ്മുടെയൊക്കെ ആ പ്രായമുള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ അപ്പുറം ഇപ്പുറം ഉള്ളവർക്കും ഒക്കെ ഓക്കെ ആണോ എന്നറിയാം. ഒന്ന് തീരെ സെൽഫിഷ് ആവാതിരിക്കുക. സന്തോഷം എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് സന്തോഷം ആഘോഷമാവുന്നത്. അല്ലാത്ത പക്ഷം എന്താ, അതൊരു കുറച്ച് നേരത്തെ സന്തോഷം മാത്രം. അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരുടെയും പരാതിയാവും, വിഷമമാവും. പിന്നെ നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ നമ്മൾ കാരണം എത്ര പേർക്ക് ബുദ്ധിമുട്ടായി, ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ഡോണ്ട് ഡൂ ദാറ്റ്. ഓക്കെ, പിന്നെ ഐലൈനർ. ഞാൻ ആക്ച്വലി ഐലൈനർ കണ്ണിൽ പുരട്ടാറില്ലായിരുന്നു. ഇന്ന് എന്തിൻ്റെ കേടിനാ ഞാനിത് പുരട്ടുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്, പക്ഷെ ഞാൻ പുരട്ടുന്നുണ്ട്.
ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ പറയണം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് മാക്സിമം എല്ലാവരോടും പറഞ്ഞിട്ട് വലിയതായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. കാജൽ ഉപയോഗിക്കാറില്ല. ഒന്ന് ഐബ്രോ പെൻസിലാണ് ഒന്ന് ഉപയോഗിച്ചത്, പിന്നെ ഐലൈനർ, പിന്നെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇത് ഐ ഷാഡോ ആക്കി ചീക്സിലും വരട്ടെ. ഇത്രയാണ് എൻ്റെ മേക്കപ്പ്. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഗ്ലാമി ഗംഗയൊക്കെ ഇല്ലേ, അവരെയൊക്കെ പോലെ സെറ്റായിട്ട് വീഡിയോ എടുക്കണമെന്നും ഒരുങ്ങണമെന്നൊക്കെ താല്പര്യമുണ്ട് കേട്ടോ. പക്ഷെ നടക്കാറില്ല. അന്ന് ഞാൻ അവരുടെ വീഡിയോ കണ്ടിരിക്കുമായിരുന്നു, ഞാൻ ഇന്നും അവരുടെ വീഡിയോ കണ്ടിരിക്കും. അല്ലാതെ എന്നിലൊരു മാറ്റം വന്നിട്ടില്ല. ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത ഓർത്തോ ഞാൻ എന്തോ മറിമായം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ അപ്ലോഡ് ചെയ്യാറില്ല. എത്ര ഇത് കണക്കുന്ന വീഡിയോസ് ഉണ്ടെന്ന് അറിയാമോ. സോ ലിപ്സ്റ്റിക് ഇത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്കാണ്. ഇതിൻ്റെ 115 ആണ് ഇതിൻ്റെ നമ്പർ. ഇതിൻ്റെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷെ കുറച്ച് വെട്ടിയാൽ മതി കേട്ടോ. നമ്മളെപ്പോലെ നാട്ടിൻപുറത്ത് താമസിക്കുന്നവർക്ക് ഒത്തിരി ലിപ്സ്റ്റിക്ക് പുരട്ടാത്തതാണ് നല്ലത്. പിന്നെ കുഞ്ഞുണ്ട്, കുഞ്ഞിനെ എടുക്കണം. അപ്പം എനിക്ക് ആഗ്രഹം കുറച്ച് ലിപ്സ്റ്റിക്ക് പുരട്ടണമെന്നാണ്. പക്ഷെ പുരട്ടി വന്നപ്പം ഇത് എപ്പോഴും അങ്ങനെ, ഒരു കണ്ണെഴുതിയ അങ്ങനെ, ഒരു പിഴ എഴുതിയ അങ്ങനെ, എല്ലാം എൻ്റെ ആഗ്രഹമല്ല. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഒരുങ്ങിയ മേക്കപ്പ് ഇല്ലാത്ത എന്നെ കണ്ട് ആൾക്കരിഞ്ഞിട്ടേ ഇച്ചിരി മുമ്പേ കണ്ട ആളായിരുന്നു ഇത് എന്ന് ചോദിക്കായിരുന്നു. ഇപ്പം പിന്നെ ആ സീനില്ല, അത്രയും ഭീകരമായിട്ട് ഒരുങ്ങാൻ നിൽക്കാറില്ല. എനിക്ക് ഈ ഹെയർ സ്റ്റൈല് കാര്യം ആഫ്റ്റർ ഡെലിവറി മുടി ഒരുപാട് കൊഴിഞ്ഞത് മാത്രമല്ല, ഒരുപാട് ഞാൻ മുടി സ്മൂത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി സ്മൂത്തനിങ് എല്ലാം ചെലന്നു. കുറച്ചെടുത്ത് മുടി നീണ്ടിരിക്കും, അതുകൊണ്ട് കുറച്ചെടുത്ത് മുടി ചുരുണ്ടിരിക്കും. ഈ പുതിയതായിട്ട് വളർന്ന ഹെയർ ഉണ്ടല്ലോ അതൊക്കെ. സോ ഹെയർ ഒരു പരാജയമായി മാറിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എന്തൊക്കെയോ സെറ്റപ്പായിട്ട് ഒരുങ്ങണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുങ്ങി വരുമ്പോൾ കമ്മല് ഞാൻ ഇതിടാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു കമ്മലിടാം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ആണിയില്ല കൈസി കമ്മലിന് താഴെ എൻ്റെ ഒരു ഡബ്ബയുണ്ട്. അതിൽ നിന്ന് വല്ല ആണി ഉണ്ടോ എന്നുള്ളത് നോക്കിയെടുത്ത് തപ്പിയെടുത്ത് ആണി ഇടണം. സോ ഒരു പൊട്ട് തൊടാം. പൊട്ടൊന്നും അതിൻ്റെ സ്ഥലത്തൊന്നും ഇല്ല. ബാത്റൂമിലൊക്കെ പോയി അവിടുത്തെ കണ്ണാടി വല്ല പൊട്ടുണ്ടോ? പൊട്ടുണ്ട്. പൊട്ട് തൊടാം. പണ്ടൊക്കെ വട്ടപ്പൊട്ട് തൊടുമായിരുന്നു, വലിയ പൊട്ട് തൊടുമായിരുന്നു. ഇപ്പം അത്രയും വലിയ പൊട്ടൊന്നും തൊടാറില്ല. എത്ര പൊട്ട് തൊട്ടാലും അവളെ എടുത്ത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് ഇവളെ അടുത്തെല്ലാം മാറ്റും. സോ എത്ര വലിയ പൊട്ട് തൊട്ടിട്ട് എന്ത് കാര്യം. സിന്ദൂരം എനിക്ക് കല്യാണത്തിന് മുമ്പേ സിന്ദൂരം തൊടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ ആദ്യമൊക്കെ പണ്ട് കുഞ്ഞിലൊക്കെ ആഗ്രഹിച്ചിരുന്നത് സിന്ദൂരം തൊടണമെന്നുള്ളത് കൊണ്ടായിരുന്നു. എനിക്ക് സിന്ദൂരം തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആവാറായി. ഇന്നും വലിയ ആഗ്രഹമാണ്, വലിയ ഇഷ്ടമാണ് എനിക്ക് സിന്ദൂരം തൊടുന്നത്. അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ എൻ്റെ ഭർത്താവ് കുഞ്ഞുമായിട്ട് അമ്പലത്തിൽ പോവാണ്, ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് നിങ്ങൾ കൂടുതൽ ആൾക്കാർ എനിക്ക് പ്രോത്സാഹനം തരുവാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ അയക്കി വരുന്നതായിരിക്കും. അപ്പോൾ ചിലർ പറയും എൻ്റെ പൊന്നെ മോനെ വേണ്ട, ഒരു പ്രോത്സാഹനവും ഇല്ലയെന്ന് പറഞ്ഞ് വല്ല കമൻറ്റ് ഇട്ടുകൊണ്ട് വന്നാൽ ചേട്ടാ എനിക്ക് വയ്യ,
എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ, എനിക്ക് ഭയങ്കര വിഷമം വരും. സോ ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഹേർട്ട് എനിബഡി. സോ ബൈ, ടാറ്റാ.